ഹലോ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു 3 കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോകണം. ചൂട് കാലത്ത് നമ്മളെല്ലാവരും തണ്ണിമത്തങ്ങ വാങ്ങിക്കും. തണ്ണിമത്തങ്ങ നല്ല ഇഞ്ചക്ട് ചെയ്തതാണോ അല്ലാത്തതാണോ, അത് നല്ല തണ്ണിമത്തങ്ങയാണോ, അത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ 3 കാര്യം പറഞ്ഞുതരാം. ഇത് പറയാനുള്ള പ്രധാന കാര്യങ്ങൾ, നമ്മൾ മിക്കവാറും എല്ലാവരും നമ്മൾ ഇഞ്ചക്ട് ചെയ്താണ് കഴിക്കുന്നത്. നല്ല ചുമന്ന നോക്കിയിരിക്കുന്ന ചുമന്നയാണല്ലോ മധുരമാണല്ലോ നോക്കി നമ്മൾ വാങ്ങിക്കുന്നത്. അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പല അസുഖങ്ങളും ഉണ്ടാവും, ക്യാൻസറും അല്ലാതെ പല ഡിസീസൊക്കെ ഉണ്ടാവും. അതിന് നമ്മൾ എപ്പോഴും കടയിൽ പോകുമ്പോൾ നമ്മൾ തണ്ണിമത്തങ്ങ ഫുൾ ഗ്രീൻ ഉള്ളത് അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഫുൾ ഗ്രീൻ ഉള്ള വാങ്ങിക്കേണ്ടത്. എപ്പോഴും നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ ഇങ്ങനെ യെല്ലോ കളർ, മഞ്ഞ കളറുള്ളതേ വാങ്ങിക്കാവുള്ളൂ. ഇത് നമ്മൾ മുറിക്കാതെ നിന്ന് നമുക്കറിയാം ഇത് ഇഞ്ചക്ട് ചെയ്തതല്ല, ഇത് നല്ല തണ്ണിമത്തങ്ങ. രണ്ടാമത് ഞാനിനി ഇത് മുറിച്ച് കാണിക്കാം. ഇത് എങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ, നമ്മൾ കടയിൽ പോകുമ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നോക്കിയിട്ട് നമുക്ക് വാങ്ങാവുള്ളൂ. രണ്ടാമത്തെ ഞാൻ കാണിക്കാൻ പോയത് മുറിച്ച് ഞാൻ കാണിക്കാൻ പോവാം. ഇനി ഇത് മുറിച്ച് കാണിക്കാൻ പോവാണ്. കണ്ടോ, ഇത് നമ്മുടെ നല്ല മത്തങ്ങ. ഇത് നമ്മൾ രണ്ടാമത് ഞാൻ ചെക്ക് ചെയ്യുന്നത് ഇത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടിഷ്യൂ പേപ്പർ എടുക്കുക. നമ്മൾ എൻ്റെ ടിഷ്യൂ പേപ്പർ ഇല്ല, ഞാനൊരു പേപ്പർ വെക്കുക. അതിട്ട് നമ്മൾ ഇങ്ങനെ തണ്ണിമത്തങ്ങ ഒരു 2 മിനിറ്റ് വെക്കുക. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്തുവാ ആവുന്നത്. 2 മിനിറ്റ് കഴിഞ്ഞു. കണ്ടോ, ഇതിനകത്ത് കളറായിട്ടില്ല. നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് നമ്മളിങ്ങനെ ടിഷ്യൂ പേപ്പർ മുറിക്കുമ്പോൾ ടിഷ്യൂ പേപ്പറോ വല്ലതും വെക്കുമ്പോൾ അതേ കളറ് പിടിക്കും. ഇതിനകത്ത് കളർ പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് മത്തങ്ങ നല്ല ഇഞ്ചക്ട് ചെയ്യാത്ത തണ്ണിമത്തങ്ങയാണ്. മൂന്നാമത് നമ്മൾ ചെക്ക് ചെയ്യാൻ ടിപ്സ് ഇത്, നമ്മൾ ഒരു സ്പൂണിട്ട് തണ്ണിമത്തങ്ങ എടുക്കുക, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക. അതിനകത്ത് നമ്മൾ ഈ തണ്ണിമത്തങ്ങ അങ്ങ് ഇട്ട് ഒരു 2 മിനിറ്റ് വെക്കണം. അപ്പോൾ ഇത് പ്ലെയിൻ വെള്ളമില്ലേ, അപ്പോൾ ഈ തണ്ണിമത്തങ്ങ ഫ്രഷ് ആണെന്ന് അറിയാം. ഇഞ്ചക്ട് ചെയ്ത് തണ്ണിമത്തങ്ങയ്ക്ക് കളർ ഇറങ്ങും. ഇതിനകത്ത് കളർ ഇറങ്ങിയിട്ടില്ല, അപ്പോൾ ഇത് നല്ലതാണ്. ഇത് കൂടുതൽ ആൾക്കാർ ഇത് ഇട്ടിട്ടില്ല. അതിന് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ ഈ ടിപ്സ് പറഞ്ഞു തന്നെ എൻ്റെ കൂട്ടുകാരിയുടെ ഒരു അമ്മയാണ്. അവർ പറഞ്ഞത് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നിട്ട് ശ്രദ്ധിക്കുക. ഈ 3 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും വാങ്ങുമ്പോൾ യെല്ലോ കളറുള്ളത് വാങ്ങിക്കണം. ഫുൾ പച്ച ഉള്ളത് അതിനകത്ത് കളറ് പറഞ്ഞു. നമുക്ക് വീട്ടിൽ ചെക്ക് ചെയ്യാൻ ഈ 3 ടിപ്സാണ് ഞാൻ പറഞ്ഞു തന്നേക്കുന്നത്. ഓക്കെ, ബൈ.